ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സോയാബീൻ പയറാണ് കേട്ടോ. അപ്പോൾ ഈ സോയാബീൻ പയർ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. പിന്നെ ഈ സോയാബീൻ പയറുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാനും പിന്നെ ഷുഗർ കൂടുതലുള്ളവർക്ക് ഷുഗർ ലെവൽ ചെയ്യാനും ഒക്കെ ഈ സോയാബീൻ പയർ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വൻപയറിൻ്റെ പോലെയുള്ള പയറാണിത്. പക്ഷേ വൻപയറിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ വളരെ നല്ലതാണ്, നല്ല ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിനകത്തിട്ട് സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കൂലേ, അതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ക് പറയാത്തത് വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മസാലയ്ക്ക് ആവശ്യമായ കറി മസാല പൗഡർ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതായത് എരിവിനാവശ്യമുള്ളത്രയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാധാരണ താളിക്കുന്നത് പോലെ ഞാൻ പയറിവിടെ താളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.